ഹായ് ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ടെർമക്സിൽ എങ്ങനെ എൻജിറോക്ക് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. എന്തെങ്കിലും എറേഴ്സ് വന്നു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിന് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാലം വീഡിയോ ഇടാത്ത എന്താണെന്ന് വെച്ചാൽ ചാനലിന് 2 സ്ട്രൈക്ക് ഒപ്പം കിട്ടിയത്. അപ്പോൾ 2.5 മാസത്തോളം വീഡിയോ ഇടാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഇനി ഒരു സ്ട്രൈക്കും കൂടി കിട്ടി കഴിഞ്ഞാൽ ഈ ചാനൽ പെർമനൻ്റ് ആയിട്ട് പോവും, ടെർമിനേറ്റ് ആയി പോവും. അപ്പോൾ പിന്നെ ഈ ചാനലിനെ കൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഒരു ബാക്കപ്പ് ചാനൽ ഉണ്ടാക്കി വെച്ച് അത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തവരൊക്കെ എന്ത് ചെയ്യുക, അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ക്രോം ഓപ്പൺ ചെയ്യുക. ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, എൻജിറോക്ക് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്താൽ ഈ ഒരു ലിങ്ക് ngrok.com എന്ന് പറഞ്ഞ ഈ ഒരു ലിങ്ക് എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ലിങ്ക് കയറി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആവും കാണാം. അപ്പോൾ എന്ത് ചെയ്യുക, അവിടെ ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് സൈനപ്പ് കൊടുക്കുക. എന്ത് ചെയ്യുക, അവിടെ 3 ഡോട്ട് നമ്മൾ ക്രോമിൻ്റെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഡെസ്ക്ടോപ്പ് സൈറ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മളൊരു അക്കൗണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു നെയിമും ഒരു ഇമെയിലും പാസ്വേഡും വെച്ചിട്ടൊരു അക്കൗണ്ട് ഇവിടെ ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് സൈനപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൽ അക്കൗണ്ട് തുറക്കാൻ പോകണം. ഓൾറെഡി ഉണ്ടായതുകൊണ്ട് ഞാൻ ഇവിടെ ലോഗിൻ ചെയ്യാണ്. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആവും കാണാം. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, ഒന്ന് സൂം ചെയ്തിട്ട് ഇവിടെ ലിനക്സ് ARM64 എന്ന് പറഞ്ഞ ഈ ഒരു ലിങ്ക് എന്ത് ചെയ്യുക, ഇത് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് കോപ്പി ലിങ്ക് അഡ്രസ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് എന്ത് ചെയ്യും, കോപ്പി ആവും. എന്നിട്ട് എന്ത് ചെയ്യുക, നേരെ നമ്മൾ ടെർമക്സ് കയറാം. ടെർമക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം കുറച്ച് പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യാണ്ട്. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് PKG അപ്ഡേറ്റും അപ്ഗ്രേഡും കൊടുക്കണം. അപ്പോൾ അപ്ഡേറ്റ് ആദ്യം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അപ്ഗ്രേഡ് കൊടുക്കുക. അപ്പോൾ പാക്കേജസ് എന്ത് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് കുറച്ച് പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാണ്ട്. അപ്പോൾ PKG ഇൻസ്റ്റാൾ WJet ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഈ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് PKG ഇൻസ്റ്റാൾ സിപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് എൻ്റർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അൺസിപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു പാക്കേജും കൂടി ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമ്മൾ പാക്കേജസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അടുത്തതായിട്ട് നമുക്ക് ആ എൻജിറോക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക, നേരത്തെ നമ്മൾ കോപ്പി ചെയ്ത ആ ലിങ്ക് ഇപ്പോൾ നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ ടെർമിനലൊന്ന് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ ആദ്യം WJet എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് സ്പേസ് ഇട്ടിട്ട് ആ ലിങ്ക് ഒന്ന് എന്ത് ചെയ്യുക, അവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അവിടെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അലോ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ അവിടെ ലിങ്ക് കണക്റ്റായി ഇതാ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 10
15 MB ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ 12.45 MB അത്ര MB വരുന്ന ഒരു ഫയൽ എൻജിറോക്കിൻ്റെ ഫയൽ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം. LS അടിച്ചിട്ട് ഒന്ന് നോക്കാം ഇവിടെ വന്നിക്കണമെന്ന്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് സിപ്പ് ഫയലാണ്, സിപ്പ് ഫോർമാറ്റിലാണ് ഇപ്പോൾ ഇത് കിടക്കുന്നത്. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യണം, അൺസിപ്പ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ആദ്യം ആ ഒരു ഇത് മൊത്തം കോപ്പി ചെയ്യുക, അതിൻ്റെ റീനെയിം മൊത്തം കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്താലും മതി. കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യുക, അൺസിപ്പ് എന്നുള്ളൊരു കമാൻഡ് കൊടുക്കുക, എന്നിട്ട് സ്പേസ് ഇടുക, എന്നിട്ട് ആ റീനെയിം അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, എൻ്റർ ചെയ്യുക. അപ്പോൾ ഇവിടെ അൺസിപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫയൽ ഇവിടെ അൺസിപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ലിസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതവിടെ ഒരു ഗ്രീന് കളറിൽ കാണാനായിട്ട് പറ്റും Ngrok എന്ന്. അപ്പോൾ അതാണ് അതിൻ്റെ അതാണ് ഫയൽ Ngrokൻ്റെ. അപ്പോൾ അതിന് നമ്മൾ പെർമിഷൻ കൊടുക്കണം. അപ്പോൾ chmod 777 എന്നിട്ട് എന്ത് ചെയ്യുക, Ngrok എന്ന് കൊടുക്കുക. അപ്പോൾ അതിന് നമ്മൾ പെർമിഷൻ എല്ലാം കൊടുത്ത് ഇനി എന്ത് ചെയ്യണം, നമുക്കൊരു ടോക്കൺ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്രോമിക്ക് തന്നെ പോവുക. ക്രോമിക്ക് പോയിട്ട് ഇവിടെ നമ്മൾ ആദ്യം അക്കൗണ്ട് തുറന്നാൽ എങ്ങനെയാണോ അങ്ങനത്തെ ഈ ഒരു ഇൻ്റർഫേസ് തന്നെ അങ്ങനെ സൂം ചെയ്ത് വന്നാൽ ഇവിടെ കണക്ട് യുവർ അക്കൗണ്ട് എന്നുള്ള ഈ ഭാഗത്ത് ഒരു ടോക്കൺ ഉണ്ടാവും. അപ്പോൾ ഇതെന്ത് ചെയ്യുക, മൊത്തത്തിൽ കോപ്പി ചെയ്തെടുക്കുക. മൊത്തത്തിൽ എന്ത് ചെയ്യുക, കോപ്പി ചെയ്തെടുക്കുക. നേരെ ടെർമക്സിക്ക് വരിക, എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് എൻ്റർ ചെയ്യുക. അപ്പോൾ നമ്മളെ അക്കൗണ്ട് എന്തായി, കണക്റ്റായി. നമുക്ക് Ngrok ഒന്ന് റൺ ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യം അതിന് /Ngrok HTTP പോർട്ട് നമ്പർ ഏതെങ്കിലും ഒരു പോർട്ട് നമ്പർ കൊടുക്കുക. നമ്മുടെ 8080 കൊടുക്കുന്നുണ്ട്. എൻ്റർ ചെയ്യുക. റീകണക്റ്റിങ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കണക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഹോട്ട്സ്പോട്ട് ഒന്ന് ഓൺ ചെയ്യണം. അപ്പം നമ്മൾ ഹോട്ട്സ്പോട്ട് ആദ്യം ഓൺ ചെയ്തിടണം. അപ്പോൾ ഇതിനി കണക്റ്റ് ആവില്ല. അപ്പോൾ എന്ത് ചെയ്യുക, Ctrl+C അടിച്ചിട്ട് ഒന്നും കൂടി ആ കമാൻഡ് തന്നെ കൊടുക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കണക്റ്റ് ആവും. ഇപ്പോൾ ഇത് അവിടെ ഒരു ഓൺലൈനിൽ നിന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ Ngrok എന്തായി, എല്ലാം സെറ്റായി കഴിഞ്ഞ് Ngrok ഇപ്പോൾ റണ്ണായി. അപ്പോൾ ഇവിടെ ഫോർവേഡിങ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ട് ഇവിടെ ഒരു ലിങ്ക് കാണാം. ഇതാണ് നമ്മൾ വല്ലതും പോസ്റ്റ് ചെയ്യുമ്പോൾ വിക്ടമിന് അയച്ചു കൊടുക്കേണ്ട ലിങ്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.